عما يتساءلون. സൂറത്തു നബയിലെ അവസാന ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ഏകദേശം 3 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. 29 വരെയാണ് ഓതി ഓർമ്മ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഇന്ന് മുഴുവനായിട്ടും ഓതുകയാണ്. ആദ്യം തുടക്കത്തിൽ ഓതും ഇൻഷാ അല്ലാഹ്. നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ചെറിയ സൂറത്ത് മദ്രസയിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് സാധാരണ മദ്രസയിലൊക്കെ പഠിപ്പിക്കാറുള്ളത്. വീട്ടിൽ നിന്ന് ഓതുന്ന സഹോദരന്മാർ, ഉപ്പമാർ, ഉമ്മമാർക്ക് അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കൊക്കെ പഠിക്കാനും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ 29 വരെ ഓതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയെ വിശദമായിട്ടുള്ള ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وجعلنا النهار معاشا وبنينا فوقكم 7 شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا
وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا فذوقوا فلن രണ്ടാമത്തെ നൂനെ പറയുള്ളൂ. ഫലൻ നസീദകും ഇല്ലാ അദാബാ. ചെറിയ കുട്ടികളായതുകൊണ്ടും തന്നെ നിയമങ്ങളൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കൂട്ടി വായനക്ക് ഒന്ന് ഉഷാറാക്കിയാൽ മതി. ഇന്ന ലിൽ മുത്തഖീന മഫാസ. മഫാസൻ എന്നാണുള്ളത്, നിർത്തുമ്പോൾ മഫാസ. حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا لغوا ولا كذابا جزاء من ربك عطاء حسابا جزاء من ربك عطاء حسابا رب السماوات കൂട്ടി വായന رب السماوات والأرض رب السماوات والأرض റബ്ബിസ്സ. അവിടെ ലാമിന് സുക്കൂനില്ല. അലിഫ് ഏതായാലും ഹംസത്തുൽ വസിലാണ്. ആ ചിഹ്നമുള്ള അലിഫൊന്നും എന്തെങ്കിലും കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കൂല. പിന്നെ ലാമാണ്, ലാമിന് സുക്കൂനില്ല. അപ്പൊ പിന്നെ അലിഫും ലാമും ഉച്ചരിക്കൂല. അടുത്ത അക്ഷരം ഏതാണ്? സ എന്നുള്ളതാണ് അല്ലേ? സ. അപ്പൊ കൂട്ടി വായിക്കുക റബ്ബിസ്സ. റബ്ബ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ കൂട്ടി വായിക്കണം. റബ്ബിസ്സമാവാതി വൽ അർദ്. ഇവിടെ കണ്ടില്ലേ വൽ, ലാമിന് സുക്കൂനുണ്ട്, അതുകൊണ്ട് വൽ എന്ന് പറഞ്ഞു. വൽ അർളി വമാ ബൈനഹുമാ റഹ്മാൻ. വമാ ബൈനഹുമാ എന്നാണുള്ളത്. കൂട്ടി വയ്ക്കുമ്പം ഹുമാ എന്ന് നീട്ടാൻ ഒരു അലിഫ് വന്നു. നീട്ടാനുള്ള അക്ഷരം അലിഫ് യാ വാവ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശദ്ദോ സുക്കൂനോ വന്നാൽ ഇവിടെ ബൈനഹുമാ റ അല്ലേ? റായിന് ശദ്ദാണ്. ശദ്ദോ സുക്കൂനോ വന്നാൽ പിന്നെ നീട്ടൂല. വമാ ബൈനഹുമാ റഹ്മാൻ വയ്ക്കരുത്. വമാ ബൈനഹുമാ റഹ്മാനി ലാ യംലികൂന മിൻഹു ഖിതാബാ യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫാ. അവിടെ നിർത്തുന്നില്ല എങ്കിൽ വൽ മലായികതു സഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق ذلك اليوم الحق കൂട്ടി വെക്കണം. ذلك اليوم الحق فمن شاء എന്ന് പറയുന്നത് ആ അലിഫ് ഹംസത്തുൽ വസിലാണ്. കൂട്ടി വായിക്കുമ്പോൾ പറയൂല. ഫമൻ ഷാ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം മക്കളെ. ഫമൻ ഷാഅത്ത ആ കഴിഞ്ഞിട്ട് ഷാ ആന്ന് കണ്ടില്ലേ? ആ കഴിഞ്ഞതിന് ശേഷം താന്നാ വായിക്കണ്ട കേട്ടോ. ഷാഅത്തഖദ ഇലാ റബ്ബിഹി മആബാ ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. ഒന്നിങ്ങനെ ഓതി നോക്കാം. നമുക്കത് 29-ാമത്തെ ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കാം.
وكل شيء أحصيناه كتابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا صدق الله العلي العظيم. അപ്പോൾ ഇൻഷാ അല്ലാഹ് 40 ആയത്ത് സൂറത്തുൻ നബ പൂർത്തിയായി. അള്ളാഹു നമുക്ക് മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ട് പഠിക്കണം. കേട്ട് ആവർത്തിച്ച് കേട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഓത്തിലെതിയ കൊണ്ടുവരിക, മറക്കാത്ത രൂപത്തിൽ ആവർത്തിച്ച് കേൾക്കുകയും ഓതുകയും ഒക്കെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഉഷാറാക്കി മെച്ചപ്പെടുത്തി എന്ത് ചെയ്യുക, നല്ല മനോഹരമായിട്ട് നല്ല ഗണത്തിൽ നല്ല ശൈലിയിൽ കേൾക്കാൻ തന്നെ ഒരു രസമുള്ള രൂപത്തിൽ നമുക്ക് ഓതാൻ കഴിയും. തീർച്ചയാണ് ഇൻഷാ അല്ലാഹ് വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ മുതിർന്ന ആളുകൾക്കൊക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരൊക്കെ ഫോളോ ചെയ്യുക. താഴെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.